ബർത്ത്ഡേ ആയിട്ട് ഒരു കേക്ക് പോലും മുറിച്ചില്ലേന്ന് കമൻസിലൊക്കെ ഉണ്ടായിരുന്നു. ഒന്നല്ല 3 കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുള്ള കുറച്ച് ആത്മബന്ധമുള്ള സുഹൃത്തുക്കളുണ്ട്. വിരലിലെണ്ണാവുന്നവരുള്ളൂ കേട്ടോ. ആ വിരലിലെണ്ണാവുന്നവരിൽ നാട്ടിലുള്ള 3 ആൾക്കാർ എന്നെ ഇന്നലെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കേക്കെല്ലാം കൊണ്ടുവന്നു. നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. ഞാൻ ആദ്യമായിട്ട് ഒരു ബർത്ത്ഡേ കേക്ക്, എൻ്റെ പേരൊക്കെ എഴുതിയ ഒരു ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്നത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മൂത്ത ചേച്ചിയുടെ ഹസ്ബൻഡ് കൊണ്ടുവന്ന കേക്കാണ്. നല്ല രാശിയുള്ള കേക്കായിരുന്നു. അതിനുശേഷം പിന്നീട് ഇന്ന് വരെ എല്ലാ ബർത്ത്ഡേസിനും ഒന്നിലധികം കേക്ക്സ് കട്ട് ചെയ്യാനുള്ള ഭാഗ്യമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാ ബർത്ത്ഡേസിനും റിപ്പീറ്റായിട്ട് ഞാൻ അമ്മോട് അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അമ്മയ്ക്ക് സന്തോഷമായിട്ട് പറയാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എൻ്റെ പപ്പ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചിട്ട് 5 മാസം കഴിയുമ്പോഴാണ് എൻ്റെ ജനനം ഉണ്ടായിരുന്നത്. അതും അമ്മയുടെ 3ാമത്തെ പ്രസവം, 3ാമത്തെ കുട്ടിയും പെൺകുട്ടി. അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ സന്തോഷിക്കാൻ പാകത്തിനുള്ള ചുറ്റുപാടൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും പറയും, ജനനം കൊണ്ട് സന്തോഷിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും ജീവിതം കൊണ്ട് ഞാൻ സന്തോഷിപ്പിക്കുമെന്ന്. ഞാൻ പറഞ്ഞ കാര്യം നിറവേറ്റാനായിട്ട് മാക്സിമം എൻ്റെ ഭാഗത്തു നിന്ന് ശ്രമിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും വൈഫും ആണ്. ആക്ച്വലി ക്രിസ്റ്റി എൻ്റെ ലൈഫിലില്ലെങ്കിൽ എൻ്റെ ജീവിതം ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. ഈ ചോക്ലേറ്റ് ബ്രൗണി അവൾ സ്നേഹത്തോടെ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ അത് ടേസ്റ്റും ആയിരുന്നു. ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ എല്ലാം കൊണ്ട് ഇന്ന് ഒരു മധുരം നിറഞ്ഞ ദിവസമായിരുന്നു കേട്ടോ.